ആത്മീയകഥകളിലേക്ക് സ്വാഗതം. ഇന്ന് ആത്മീയകഥകളിൽ നാം വിചാരം ചെയ്യുന്നത് ആത്മീയ ഊർജ ശോഷണം. അതെ, നമുക്കറിയാം, നമ്മുടെ ഏത് നിലനിൽപ്പിന് ആധാരവും ഉള്ളിലുള്ള ഊർജ സ്രോതസ്സ് തന്നെയാണ്. അതാണ് നമ്മുടെ ആത്മാവെന്ന് പറയുന്നത്. ആത്മശക്തി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ ആത്മശക്തി അത് നേടുന്നതിന് വേണ്ടിയിട്ടാണ് നിരവധി കേന്ദ്രങ്ങൾ നമ്മുടെ ഋഷീശ്വരന്മാർ ചില പുരാതന കാലം മുതൽ നമ്മുടെ പൂർവികർ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. അതാണ് ദേവാലയങ്ങൾ, അല്ലേ, ക്ഷേത്രങ്ങൾ എന്നൊക്കെ പറയും. നമ്മൾ ക്ഷയിക്കാതിരിക്കുന്ന ഇതിന് വേണ്ടിയിട്ടുള്ള ഊർജം സംഭരണത്തിനുള്ള റീചാർജിങ് കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. പ്രത്യേകിച്ച് മഹാദേവാലയങ്ങളൊക്കെ അത് സ്ഥാപിതമാകുന്നത് ഭൂമിയുടെ ഊർജ സ്രോതസ്സിനനുസരിച്ച് പ്രത്യേകമായ രീതിയിലുള്ള കാന്തിക പ്രഭാവമുള്ള സ്ഥലങ്ങളിലാണ് മഹാക്ഷേത്രങ്ങളെല്ലാം കുടികൊള്ളുന്നത്. അതിന് പരിസരത്ത് എന്തെന്നില്ലാത്തൊരു ഊർജ സാന്നിധ്യം തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിരവധി എനർജി ലോസ്, മാനസികമായിട്ടുള്ള പ്രതിസന്ധികൾ വരുമ്പം മനസ്സിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ, പ്രതിരോധ ശക്തി കുറയുമ്പോൾ അത് നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഭക്തിമാർഗത്തിലൂടെ നമ്മൾ ദേവാലയങ്ങളിലേക്ക് പോകാറുള്ളത്, റീചാർജിന് വേണ്ടി. പലരും പറയാറില്ലേ, ഇത്രയും നാളുകൾക്ക് ശേഷം, വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം ആ ചടങ്ങ് പൂർത്തിയാക്കാൻ ആ ക്ഷേത്രത്തിൽ എത്രയോ ദൂരെ കഷ്ടതകളും യാതനകളും ഒക്കെ അനുഭവിച്ച് തിരിച്ചു വന്നപ്പോൾ എന്തെന്നില്ലാത്തൊരാശ്വാസം, അടുത്ത കുറേ നാളത്തേക്ക് റീചാർജ് കിട്ടിയതുപോലെയാണ്. അപ്പം ഈ ആത്മീയമായ ഊർജ സംഭരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആരാധനാലയങ്ങൾ അല്ല ദേവാലയങ്ങൾ എവിടെയും പലപ്പോഴും ഈ ഊർജത്തിൻ്റെ ലോസ് സംഭവിക്കുമ്പോൾ അതിനെ റീചാർജ് ചെയ്യാനുള്ള ചടങ്ങുകളൊക്കെ സംഘടിപ്പിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ള ഉത്സവങ്ങൾ അല്ലെങ്കിൽ പുനരുദ്ധാരണ പ്രക്രിയകൾ. ഇതെല്ലാം എന്തിനാണ്? ഈ ഊർജത്തെ അവിടെ പൂർണ്ണമായി ശാക്തീകരിച്ച് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അത് അവിടെ നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടേക്ക് എത്തപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഭക്തജനങ്ങളായിട്ടുള്ള ആൾക്കാർ അതനുസരിച്ച് ഊർജം ലോസ് വരത്തക്ക രീതിയിലുള്ള പ്രക്രിയകളിൽ ഏർപ്പെടാൻ പാടില്ല. അതിന് ചില ചിട്ടകളൊക്കെ നമുക്കറിയാം. ദേവാലയങ്ങളിലേക്ക് പോകുമ്പോൾ ചില പ്രത്യേക രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്താറുണ്ട്. എന്നാൽ പുറമേയുള്ള പല തയ്യാറെടുപ്പുകളും കൊണ്ട് അകത്തുള്ള ശുദ്ധി ഇല്ലെങ്കിലോ അവിടെ കളങ്കമുണ്ടാകുന്നു, എനർജി ലോസ് ഉണ്ടാകുന്നു. എനർജി കേന്ദ്രങ്ങളിൽ തന്നെ എനർജി ലോസ് ഉണ്ടാക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതൽ സംഭവിക്കുക. അപ്പോൾ ക്ഷേത്രങ്ങളൊക്കെ നശിക്കാനും അവിടെ പോയുള്ള പ്രാർത്ഥനകൾക്ക് ഫലം കിട്ടാതെ വരുന്നതും അവിടേക്ക് പോകുന്ന ഭക്തജനങ്ങൾ അറിഞ്ഞു കണ്ട് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്. ഇപ്പോൾ യഥാർത്ഥത്തിലൊരു ഭക്തൻ്റെ ധർമ്മം യഥാർത്ഥത്തിൽ എന്താണ്? ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവിടെ മാലിന്യം കെടാത്ത ജഡവസ്തുക്കളൊന്നും കയറ്റാതിരിക്കുക, കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ജഡമായിട്ടുള്ളതിൽ എനർജി ലോസാണ്, അത് ജീർണിച്ചു പോകുന്നതാണ്. അതിലാണ് നമ്മൾ രാവിലെ കുളിച്ചിട്ടൊക്കെ പോകണമെന്ന് പറയാൻ കാരണം. കുളിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ശരീരത്തിലെ ജഡവസ്തുക്കളെ കഴുകി നിർമ്മാർജ്ജനം ചെയ്ത് കളയുക എന്നുള്ളതാണ്. കോടാനുകോടി ജീവകോശങ്ങൾ അത് ഊർജ്ജം നഷ്ടപ്പെട്ട ഡെഡ് സെൽസായിട്ട് വരുമ്പോൾ അതും പേറി ഒരിക്കലും ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല, ഒരു ദേവാലയങ്ങളിലും പോകാൻ പാടില്ല. കാരണം അവിടെ എല്ലാം ഊർജ്ജ കേന്ദ്രങ്ങളാണ്. അല്ലെങ്കിൽ പിന്നെ എനർജി ലോസ് ആയിരിക്കും അവിടെ സംഭവിക്കുക. അപ്പം ശുദ്ധമായ ഒരു കുളിയിലൂടെ തന്നെ മനുഷ്യ ശരീരത്തിലെ കോശങ്ങളെല്ലാം, ഡെഡ് സെൽസിനെയെല്ലാം, ചത്ത ജീവകോശങ്ങളെ കഴുകിക്കളയുക എന്നുള്ള മഹാപ്രക്രിയ നടത്തിയ ശേഷം മാത്രമേ ശുഭ്ര വസ്ത്രം, അതായത് മുഷിഞ്ഞ വസ്ത്രങ്ങളൊന്നും ധരിക്കാൻ പാടില്ല എന്ന് പറയും. കാരണം അതിലും ജീർണിക്കുന്ന വസ്തുക്കളൊക്കെ അടങ്ങിയിട്ടുണ്ട്, നമ്മുടെ തന്നെ ഡെഡ് സെൽസുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനായിട്ട് പ്രത്യേകം രീതിയിലുള്ള ലളിതമായിട്ടുള്ള ശുഭ്രമായിട്ടുള്ള വസ്ത്രധാരണം എന്ന് പറയുന്നു. അല്ലെങ്കിൽ അവിടെയും ആ ഊർജ്ജ ലോസ് ഉണ്ടാകുന്നു. ഇനി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്കറിയാം, ശരീരം എന്ന് പറയുന്നതിന് നിരവധി മാലിന്യങ്ങൾ കൊണ്ട് ഒരു സംഭരണിയാണെന്ന് പറയും. നമ്മുടെ ശരീരത്തിൽ മുടിയുണ്ട്. മുടി ശരീരത്തിൽ നിൽക്കുമ്പം അതിന് വലിയ പ്രശ്നമില്ല. പക്ഷേ ശരീരത്തിൽ നിന്നും അത് വേർപെട്ടാൽ ജഡവസ്തുവായി മാറും. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുമ്പം മുടി കൊഴിഞ്ഞ് വീഴാൻ ഇടയാകരുത് എന്ന് പറയാൻ കാരണം. ശ്രീകോവിലേക്കൊക്കെ പ്രവേശിക്കുന്ന സമയത്ത് നമുക്കറിയാം, സ്ത്രീകളോട് പ്രത്യേകം നിർദ്ദേശിക്കാറുണ്ട്, മുടിയുടെ തുമ്പ് കെട്ടിയിട്ടിട്ട് വേണം പോകാൻ, അഴിച്ചിട്ടിട്ട് പോകരുത്. കാരണം എന്താ? ഈ ഊർന്നു വീഴുന്ന ഓരോ മുടി നാരുകളും അത് ജഡവസ്തുവാണ്. അപ്പോൾ ഒരുപക്ഷെ ആ ശ്രീകോവിലേക്ക് നടന്നു കയറുന്ന പൂജാരി അല്ല തന്ത്രി അവരുടെ കാലുകളിൽ ഈ സ്പർശിച്ച് നേരെ അകത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ എന്താ എനർജി ലോസ് ഉണ്ടാകും. അപ്പോൾ മുടി
മറ്റൊന്ന് എന്താണ്, നമ്മുടെ ശരീരത്തിൽ നിൽക്കുമ്പം അത് ജഡമല്ല, ശരീരത്തിൽ നിന്ന് വേർവിട്ട് കഴിയുമ്പോൾ ജഡമാകുന്നു, ജീവനില്ലാത്തതാകുന്നു. ജീവനില്ലാത്തതെല്ലാം ജഡമാണ്. നഖം പൊഴിഞ്ഞു വീഴാൻ ഇടവരരുത്. നഖം കയ്യിൽ നിൽക്കുമ്പം അത് ശുദ്ധമാണ്, പക്ഷേ അത് പൊളിഞ്ഞ് താഴെ വീണാൽ അശുദ്ധമാണ്. ഒപ്പം നമ്മുടെ ശരീരത്തിൽ ഓടുന്ന ബ്ലഡ്, രക്തം, ശരീരത്തിൽ നിൽക്കുമ്പം അത് അശുദ്ധമല്ല, ശരീരത്തിൽ നിന്നും പൊഴിഞ്ഞ് താഴെ വീണാലാണ് അത് അശുദ്ധമാകും. അതുകൊണ്ടാണ് മുറിവുകൾ അല്ലെങ്കിൽ ബ്ലഡ്, ചോര വമിച്ചുകൊണ്ടൊരിക്കുക അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം. അവിടെ കാലുകൾ മുറിയുകയോ രക്തമോ വീണ് കഴിഞ്ഞാൽ ഇപ്പോൾ ശുദ്ധി കർമ്മം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാന തത്വം ഇതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ മുടിയുണ്ട്, പിന്നെന്തുണ്ട്, അതിനു മുമ്പ് തന്നെ നമ്മുടെ ചത്ത ജീവകോശങ്ങൾ അവിടെ വീഴാതിരിക്കാൻ വേണ്ട കുളി, നല്ല സ്നാനം വേണം, മുടി പൊഴിഞ്ഞ് വീഴാത്ത രീതിയിൽ ഒതുക്കി വേണം പോകാനെന്ന് പറയുന്നു. ഇനി പുരുഷന്മാരാണെങ്കിലും ചീകി ഒതുക്കി ശുദ്ധമായിട്ടേ അകത്ത് കയറാൻ പാടുള്ളൂ. ബ്ലഡ് വീഴാതിരിക്കാൻ നോക്കണം. ഇനി പിന്നെന്താ, മലമൂത്ര വിസർജ്യാദികളെല്ലാം, മലം, കഫം, മൂത്രം, ഇതെല്ലാം എന്താണ് നമ്മുടെ ശരീരത്തിലുണ്ട്. ഇതും പേറിയാണ് പോകുന്നത്. പക്ഷേ ശരീരത്തിൽ നിൽക്കുമ്പോൾ അത് അശുദ്ധമല്ല, അത് വേർപെട്ടാൽ അശുദ്ധമാകുന്നു, ജഡവസ്തുവാകുന്നു. വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, പലരും ആത്മീയതയിൽ തന്നെ ചോദിക്കുന്നതാണ്, മത്സ്യമാംസാദികൾ സ്വാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഭക്തിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ, ദോഷമുണ്ടാകുമോ എന്ന് ചോദിക്കണം. അപ്പോൾ എന്താണ് ഈ പറയുന്ന സ്വാത്വികമായ ഭക്ഷണം? സ്വാത്വികം അത് മത്സ്യമാംസാദികൾ സ്വാത്വികമല്ലേ? സസ്യാഹാരം മാത്രമാണോ സ്വാത്വികമായിട്ടുള്ളത്? ചില വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുക്കുന്ന കാലഘട്ടത്തിൽ സസ്യാഹാരങ്ങൾ മാത്രമേ കഴിക്കാറുള്ളൂ. സ്വാത്വികം എന്ന് പറഞ്ഞാൽ നമുക്ക് സത്തയുള്ളത്, മനസ്സിന് പിടിച്ചത് എന്നർത്ഥം. അത് ചൂടുള്ളതായിരിക്കണം, ഫ്രഷായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ. മത്സ്യവും മാംസവും ഒരു ചെറിയ അളവ് വരെയൊക്കെ സ്വാത്വികം തന്നെയാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ക്ഷേത്രത്തിലേക്ക്, ആരാധനാലയങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അംശം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അതൊരു ജഡവസ്തുവും പേറിയാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. പലരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരുപക്ഷെ നോൺ വെജിറ്റേറിയൻ കഴിക്കും, അല്ല ഉച്ചയ്ക്ക് കഴിക്കും, വൈകിട്ട് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് അങ്ങ് പോകും. കാരണം പുറമേയുള്ള ശുദ്ധി. അപ്പോഴും അകത്തുള്ള ജഡവസ്തു പോയിട്ടില്ല എങ്കിൽ അത് അശുദ്ധിക്ക് ഇടയാകുന്നു, അവിടെ മൂല്യച്യുതി ഉണ്ടാകും. അപ്പോൾ കഴിവതും സസ്യാഹാരം മാത്രം കൂടുതലായിട്ട് കഴിയുന്നവരെ സംബന്ധിച്ച് സ്വാത്വികമായ രീതിയിൽ പോകാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ഒരു കുറ്റബോധം പോലെ ഉള്ളിൽ കിടക്കും. ഇനിയിപ്പം മിശ്രഭുക്കുകളായിട്ടുള്ള ആൾക്കാർ മത്സ്യമാംസാദികൾ ഒരു ദിവസം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ മനസ്സാക്ഷിയോട് ഒന്ന് ചോദിച്ചിട്ട് അന്നത്തെ ദിവസം ഒരുപക്ഷെ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിൽ പോലും പ്രവേശിക്കില്ല. അത് പണ്ടുള്ള ആൾക്കാർ. പക്ഷെ ഇപ്പം പലപ്പോഴും നമ്മുടെ യുക്തിക്കനുസരിച്ച് ഓരോരുത്തരും വളച്ചൊടിക്കാറുണ്ട്. അന്ന് കുളിച്ചാൽ പോരെ, കുളിച്ചാൽ പുറമേ ഉള്ളതായി, പക്ഷേ ആ ജഡവസ്തു ഉള്ളിൽ കിടക്കുമ്പോൾ അവിടെ ആ ചുറ്റുപാടും മൂല്യച്യുതി ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഒപ്പം തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെല്ലുന്നു, പല നാമജപങ്ങളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ചിന്തയിലുള്ള ശുദ്ധി ഉണ്ടായിരിക്കും. അപ്പോൾ ചിന്ത കൊണ്ടാണേലും വാക്കുകൊണ്ടാണേലും അശുദ്ധമായിട്ട് പുറത്തേക്ക് വിടുന്നത് ജഡമായിട്ടുള്ള ചിന്തയും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തയും വാക്കുകളുമാണെങ്കിൽ അതും ആ ക്ഷേത്ര ചൈതന്യത്തെ ബാധിക്കുന്നു. ഊർജ്ജത്തിന് ലോസ് ഉണ്ടാകും. കാരണം ഊർജ്ജം കൂട്ടാൻ, എനർജി കൂട്ടാനാണ് മനുഷ്യൻ ദേവാലയങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ തന്നെ അവിടെ ഈ പറയുന്ന മൂല്യച്യുതി ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കൃത്യമായ രീതിയിൽ ഓർക്കുക. അപ്പോൾ ഇത്ര ശ്രദ്ധയോടുകൂടി കൃത്യമായ രീതിയിലാണ് നമ്മുടെ ഓരോ ചെയ്തികളും ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ ചെയ്യുന്നതെങ്കിൽ അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ എത്ര ശ്രദ്ധിച്ചാലും ഒരു ശുദ്ധി കലശമൊക്കെ കഴിഞ്ഞ ശേഷം അടുത്ത ഒരു വർഷം വരെ നിരവധി മാലിന്യങ്ങൾ ഇതേപോലെ ഭക്തരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അവിടെ പൊതുവെ പവർ കുറഞ്ഞു വരുന്നു. എനർജി ഫീൽഡ് കുറയുന്നു. ദേവൻ്റെ ശക്തി എന്നാണ് പറയുന്നത് അല്ലേ. ദേവൻ പ്രതീകാത്മകമായിട്ട് ആ പവറാണ്. ആ ശക്തി കുറയാൻ കാരണം ഇതേപോലുള്ള ജഡ പദാർത്ഥങ്ങൾ അവിടെ കുമിഞ്ഞുകൂടാൻ അവിടേക്ക് വരുന്ന ഭക്തരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് വീണ്ടും റീചാർജ് ചെയ്യാനാണ് ഉത്സവങ്ങൾ അല്ലെങ്കിൽ ജീർണോദ്ധാരണ പ്രക്രിയകളൊക്കെ കാലാകാലങ്ങളിൽ നടത്തുന്നത്. ഒരു വർഷത്തെ ഉത്സവം കഴിഞ്ഞാൽ അടുത്ത വർഷം വരെ. അപ്പോൾ ശുദ്ധിയോടുകൂടി തന്ത്രികൾ, ദേവൻ്റെ പിതൃസ്ഥാനീയരായിട്ടുള്ള തന്ത്രി അവിടെ വന്ന് ശുദ്ധികലശമൊക്കെ നടത്തി വീണ്ടും ചാർജ് ചെയ്ത് വെക്കുന്നു. അത് വീണ്ടും നമ്മൾ ഒരു വർഷമാകുമ്പോൾ മാലിന്യപ്പെടുന്നു, വീണ്ടും ചാർജ് ചെയ്യും. ഈ ഒരു പ്രോസസ്സ് ഇതെല്ലാം ഊർജ്ജ ശോഷണം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ ആത്മീയ കഥകളിൽ ഇന്ന് ഈ ഒരു വിഷയം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.